ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ്പെൻസ് എന്താണെന്നും എക്സ്പെൻസിന്റെ ടൈപ്പായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസുമാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കണ്ടിട്ട് ഇത് കാണണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ബാക്കി പഠിക്കാം. എക്സ്പെൻസ് that has been paid in advance and the benefit of which will be available in the future period. Prepaid expense എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ഉണ്ടാകുന്നതിന് മുന്നേ നമുക്കറിയാം ആ എക്സ്പെൻസ് വരാനുള്ളതാണ്. അപ്പോൾ വരാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് വരുന്നതിന് മുന്നേ പേയ്മെന്റ് നടത്തുന്നു. ആ പേയ്മെന്റ് നടത്തുകയും ആ എക്സ്പെൻസിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണമല്ലോ. ആ ബെനിഫിറ്റ് പിന്നീട് നമുക്ക് ലഭിക്കുകയും ബിസിനസ്സിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ അത്തരം എക്സ്പെൻസുകളെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ് വരുന്നതിന് മുന്നേ ആ എക്സ്പെൻസ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. ഉദാഹരണം, റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഇന്നത്തെ ഡേറ്റ് 22 നവംബർ 2025. ഞാൻ എൻ്റെ റെന്റിന്റെ പേയ്മെന്റ് നടത്തുന്നത് 31 തീയതിയാണ് ഈ മാസം. പക്ഷെ ഞാനിത് ഇന്ന് തന്നെ പേയ്മെന്റ് നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസ് 31 പക്ഷെ ഞാൻ പേയ്മെന്റ് നടത്തുന്നത് 22 തീയതിയാണ്. ഇതൊരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഞാൻ ഈ പേയ്മെന്റ് 31 തീയതിക്ക് മുന്നേ പേയ്മെന്റ് നടത്തി. അപ്പോൾ ഇതിനെ എനിക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നാലാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ബട്ട് ദ ബെനിഫിറ്റ് ഹാസ് ബീൻ റിസീവ്ഡ്. അതായത് നമ്മൾ ഒരു എക്സ്പെൻസ് ഉണ്ടായി, പക്ഷേ ആ എക്സ്പെൻസിന്റെ പേയ്മെന്റ് നടത്തിയിട്ടില്ല, അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തു. ഉദാഹരണം, ടെലിഫോൺ ബില്ല്. ഈ ടെലിഫോൺ ബില്ല് നമുക്ക് ഒരു മാസം യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ബില്ല് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി ബില്ലും. നമ്മൾ അതിന്റെ ബെനിഫിറ്റ്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ബെനിഫിറ്റ്, കറണ്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ചാർജ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തു, പക്ഷെ നമ്മൾ പേയ്മെന്റ് നടത്തിയോ? ഇല്ല. 1 മാസം 2 മാസം കഴിഞ്ഞാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ബെനിഫിറ്റ് കിട്ടി, പേയ്മെന്റ് 2 മാസം കഴിഞ്ഞാണ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാണ് പേയ്മെന്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ, 1 മാസം എന്നല്ല, അത് എത്ര വേണമെങ്കിലും ആകാം, പക്ഷെ ബെനിഫിറ്റ് നമുക്ക് ആദ്യം ലഭിച്ചു, പക്ഷെ പേയ്മെന്റ് ഇതുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ വരുന്ന എക്സ്പെൻസുകളെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയാം. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റി ആണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അത് ലയബിലിറ്റിയുടെ സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അടുത്ത അക്കൗണ്ടിംഗ് ടേം